at Bethel Medical Mission Hospital. Every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മന്റ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473732726 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. ബൈബിൾ ബ്രെയിൻസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ ഞങ്ങൾ പാലക്കാടാണ്. പാലക്കാട് തൃശ്ശൂർ ബോർഡറിൽ വടക്കഞ്ചേരി IPC ആലത്തൂർ സെൻറ്ററിനോട് ചേർന്നാണ് ഈ ബൈബിൾ ബ്രെയിൻസിൻ്റെ തുടർന്നുള്ള എപ്പിസോഡുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ തൃശ്ശൂരിലുള്ള സ്നേഹനിധികളായ നിരവധി പ്രേക്ഷകർ മത്സരിക്കണമെന്ന് താല്പര്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഇവിടെ കടന്നു വന്ന് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്ന് പങ്കെടുക്കുന്ന അതിഥിയുണ്ട്. ആ അതിഥിയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം ആന്റി. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? ദൈവകൃപയാല സുഖമായിരിക്കും. ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഒരുവിധമൊക്കെ അങ്ങനെ പോകുന്നു. മത്സരത്തിന് ചൂടുണ്ടോ? മത്സരത്തിന് ചൂടില്ല. ദൈവം സഹായിക്കും. ദൈവം സഹായിക്കും. എത്ര കഠിനമായ ചൂടാണെങ്കിലും ദൈവം സഹായിക്കും. പാലക്കാട് എല്ലാ കൊല്ലവും ഇത്ര അതിഭയാനകമായ ചൂടാണോ ഉള്ളത്? ഏകദേശം ഇതുപോലൊക്കെ തന്നെ. അതെ. പേര് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. റേച്ചൽ ബേബി എന്നാണ് പേര്. റേച്ചൽ ബേബി എന്നാണ് പേര്. കുഞ്ഞുങ്ങള്? ഹസ്ബൻഡ് 2 മക്കള്. ഒരു മോന്റെ വിവാഹം കഴിഞ്ഞു. മോൻ ഒരാള് ജോലിയും പഠിത്തവും കൂടിയാ. ജോലിയും പഠനവുമായിട്ട് നിൽക്കുന്നു. എങ്ങനെയാണ് ബൈബിൾ ക്വിസിൽ മത്സരിക്കാൻ ഒരു ധൈര്യം വന്നത്? ഒന്ന് പരിശ്രമിക്കാം എന്ന് വിചാരിച്ചതേ ഉള്ളൂ അല്ലേ? ഏതായാലും നമ്മുടെ അടുക്കൽ ഒരു മത്സരം വരുമ്പോ ഒന്ന് മത്സരിക്കാം, എങ്ങനെ എന്റെ ബൈബിൾ ജ്ഞാനം ഒന്ന് പരിശോധിക്കാം എന്നൊരു താല്പര്യമാണ് അല്ലേ? അത്രേ ഉള്ളൂ. ആന്റി അധികം സംസാരിക്കാത്ത ആളാണെന്ന് തോന്നുന്നു. അങ്ങനെയുണ്ടോ? അല്ല, കുഴപ്പമില്ല, സംസാരിക്കും. കുഴപ്പമില്ല, സംസാരിക്കും. ഓക്കെ, എന്നാൽ നമുക്ക് മത്സരത്തിന്റെ വിശദീകരണങ്ങൾ ഞാൻ തരാം. സ്ക്രീനിൽ ശ്രദ്ധിക്കാം. നമുക്കാകെ 15 ചോദ്യങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. ആ 15 ചോദ്യങ്ങൾ 3 സെഷനായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 5 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോൾ 6ാമത്തെ ചോദ്യത്തിൽ നമ്മൾ എത്തുമ്പോൾ 1000 രൂപയുടെ സേഫ് സോണിൽ, അടുത്ത 4 ചോദ്യങ്ങൾ 10ാമത്തെ ചോദ്യത്തിലെത്തുമ്പോൾ 3000 രൂപയുടെ സമ്മാനത്തുക നിശ്ചയമാകും. 10 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാലാണ്. ഒടുവിൽ 15ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 10000 രൂപയുടെ ബമ്പർ സമ്മാനം. 1000, 3000, 10000 ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യങ്ങൾ പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഏതായാലും ആദ്യത്തെ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. ഉത്തരം പറയാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ദൈവം സഹായിക്കും. ദൈവം സഹായിക്കും. അപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ല, അറിയാം, അത്യാവശ്യം അറിയാം. ഓക്കെ, നമുക്ക് മുമ്പിൽ മത്സരത്തിലേക്ക് പോകാം. തയ്യാറാണല്ലോ? മാനസികമായിട്ടൊക്കെ തയ്യാറാണ്?
ചോദ്യങ്ങളൊക്കെ നേരിടാൻ ഓക്കെയാണ്. ഈ അല്പം ഭയത്തോടെ ഇരിക്കുന്ന ടെൻഷൻ കാരണമാണോ അതോ പങ്കെടുക്കുന്നതിന്റെ ഒരു സന്തോഷമാണോ, എന്താണത്? എല്ലാം ഉണ്ട്. സന്തോഷമുണ്ട്, ടെൻഷനും ഉണ്ട്. അപ്പൊ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഏതായാലും മത്സരത്തിലേക്ക് ഏതായാലും നമുക്ക് പോകാം. ഇത് ആദ്യത്തെ റൗണ്ടിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇവരിൽ ആരുടെ കഴുതകളെയാണ് കാണാതായത്? ഓപ്ഷൻ എ ഇഷായി, ഓപ്ഷൻ ബി കീഷ്, ഓപ്ഷൻ സി ദാവീദ്, ഓപ്ഷൻ ഡി നാബാൽ. ആരുടെ കഴുതകളെയാണ് കാണാതായത്? ഓപ്ഷൻ ബി കീഷ്. ഓപ്ഷൻ ബി കീഷ്. കുറച്ചുകൂടെ ഉറക്കെ പറയുകയാണെങ്കിൽ എനിക്കൂടെ കേൾക്കാം. ഓക്കെ, ഓപ്ഷൻ ബി കീഷ് എന്ന ഉത്തരം നമ്മൾ ഉറപ്പിക്കുകയാണ്. അതിൽ സംശയമൊന്നുമില്ല എന്ന് തോന്നുന്നു. ഈ കഴുതകളെ തേടിപ്പോയ വ്യക്തിയാണ് ഇസ്രായേലിന്റെ രാജാവായി തീർന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി കീഷ് എന്ന ഉത്തരം ശരിയാണോ? അതെ, കീഷ് എന്ന ഉത്തരം വളരെ ശരിയാണ്. സംശയമൊന്നും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ ആണല്ലോ? ആദ്യത്തെ റൗണ്ടിലെ രണ്ടാമത്തെ ചോദ്യം. വെളിച്ചമല്ല, അത് ഇരുൾ തന്നെ, ഏതാണത്? ഓപ്ഷൻ എ യഹോവയുടെ ദിവസം, ഓപ്ഷൻ ബി പ്രതികാര ദിവസം, ഓപ്ഷൻ സി സന്ദർശന ദിവസം, ഓപ്ഷൻ ഡി യാഗ ദിവസം. ഏത് ദിവസമാണ്? വെളിച്ചമല്ല, ഇരുൾ തന്നെയാണ്. ആമോസിന്റെ പ്രവചന പുസ്തകത്തിൽ നിന്നാണ്. ഓപ്ഷൻ എ യഹോവയുടെ ദിവസം ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ എ യഹോവയുടെ ദിവസം എന്ന ഉത്തരം നമ്മൾ ഉറപ്പിക്കുകയാണ്. വെളിച്ചമല്ല, അത് ഇരുൾ തന്നെയാണ്, ഉറപ്പാണ്. നമ്മൾ ഏതായാലും ഉറപ്പിച്ചു. ഇനി ഒരു മടങ്ങിപ്പോക്ക് നമുക്കില്ല. ഓക്കെ, അപ്പൊ മുമ്പിലേക്ക് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ യഹോവയുടെ ദിവസം എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. അപ്പൊ പച്ച കത്തുമ്പോൾ നോക്കിക്കോണം, ശരിയാണ്. എന്നിട്ടും ടെൻഷൻ മാറുന്നില്ലെന്ന് തോന്നുന്നു. രണ്ടുത്തരം ശരിയായിട്ടും. ഇപ്പൊ ഇത് 500-ൽ നിന്ന് 600-ലേക്ക് സമ്മാനത്തുക ഉയർന്നിട്ടുണ്ട്. അപ്പൊ സമ്മാനത്തുക ഇതിൽ സ്ക്രീനിൽ സമ്മാനത്തുക കാണാൻ പറ്റും. ശ്രദ്ധിക്കുക ഏത് സമ്മാനത്തുകയിലേക്കാണ് എന്നുള്ളത്. അപ്പൊ 5 ചോദ്യങ്ങൾ അവസാനിക്കുമ്പോഴാണ് 6ാമത്തെ ചോദ്യത്തിലാണ് 1000 രൂപയുടെ സേഫ് സോണിൽ നമ്മൾ എത്തിച്ചേരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇതാ ആദ്യത്തെ റൗണ്ടിലെ 3ാമത്തെ ചോദ്യം. റബ്ബി, വന്ദനം എന്ന് പറഞ്ഞ് യേശുവിനെ ചുംബിച്ചത് ആര്? ഓപ്ഷൻ എ പത്രോസ്, ഓപ്ഷൻ ബി യാക്കോബ്, ഓപ്ഷൻ സി യൂദ, ഓപ്ഷൻ ഡി യോഹന്നാൻ സ്നാപകൻ. ആരാണത്? ഓപ്ഷൻ സി യൂദ ഉത്തരം ഉറപ്പിക്കുന്നു. അല്ലാതെ മറ്റാരും യേശുവിനെ ചുംബിച്ചതായി തിരുവഴുത്തിലില്ല അല്ലേ? പക്ഷെ ആ ചുംബനം ഒരു ശരിയായ ചുംബനം ആയിരുന്നില്ലാതാനും. ഉറപ്പാണ്. ഓക്കെ, 3ാമത്തെ ചോദ്യത്തിന് ഉത്തരം യൂദ എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും ശരിയാണ്. അപ്പൊ പച്ച കത്തുമ്പോൾ നോക്കിക്കോണം. നല്ല കോൺഫിഡൻസോടെ ജയകരമായിട്ട് തന്നെയാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പിലേക്കും എല്ലാ ചോദ്യങ്ങളിലും അങ്ങനെ പോയിട്ട് എനിക്ക് തോന്നുന്നു പ്രാർത്ഥിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കർത്താവേ തെറ്റല്ലേ എന്നൊരു പ്രാർത്ഥനയകത്തുണ്ട്. അപ്പൊ സാധാരണയായി ഈ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു പരാതി ഉണ്ടേ. ആ പരാതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അവര് തോറ്റാൽ നമ്മൾ പറയും നീ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണെന്ന് പറയും. അവര് ജയിച്ചാൽ പറയും ഞങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ടാണ്, നീ ജയിച്ച പഠിച്ചതുകൊണ്ടല്ലെന്ന് പറയും. തോറ്റാൽ അത് അതിന്റെ കുറ്റം അവന്, ജയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞതുപോലെ ഈ ക്രെഡിറ്റ് എവിടെ ചെന്ന് ചേരുമെന്ന് നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, ഈ റൗണ്ടിലെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ 4ാമത്തെ ചോദ്യം. പാനപാത്രവാഹകനെ യഥാസ്ഥാനത്താക്കി എത്ര വർഷം കഴിഞ്ഞാണ് ഫറവോൻ സ്വപ്നം കണ്ടതായി ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 5. ഇതിലെ 1, 2, 3, 5. പാനപാത്രവാഹകൻ യഥാസ്ഥാനത്തായി, അതിനുശേഷം യോസഫിന്റെ വെയിറ്റിംഗ് പീരീഡ് എത്രയായിരുന്നു എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് പാനപാത്രവാഹകൻ ഓർത്തത്? ആലോചിക്കാം. ആലോചിച്ച് നോക്കൂ.
ബി. ബി. ഓക്കെ, ഓപ്ഷൻ ബി 2 ഉത്തരം നമ്മൾ ഉറപ്പിക്കുന്നു. ഒരു ഉത്തരം പറയുമ്പോൾ ശ്രദ്ധിക്കുക, പിന്നൊരു നമുക്കൊരു ഉത്തരം ഉറപ്പിച്ച് പറഞ്ഞ് പിന്നെ എപ്പോഴും നമുക്ക് മാറ്റി പറയാൻ കഴിയില്ല. തെറ്റിയാൽ തെറ്റി, അത് ഭാരപ്പെടണ്ട. നമ്മൾ മത്സരിച്ചു, അത് പങ്കെടുക്കാൻ കഴിഞ്ഞത് നല്ലതാണ്. അത് അന്നേരം മുഖം പാടി. ടെൻഷൻ അടിക്കണ്ട. നമ്മളൊരു മത്സരത്തിൽ പങ്കെടുത്തു, നമ്മൾ ആദ്യത്തെ റൗണ്ട് ഫിനിഷ് ചെയ്യുന്നവരെ. കാരണം ഇപ്പൊ പുസ്തക കേന്ദ്രീകൃതമായതുകൊണ്ട് ചോദ്യങ്ങൾ അല്പം ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അതിനുത്തരം പറയാൻ പ്രയാസമാണ്. വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഓരോ വരികൾക്കിടയിലും വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം പറയാൻ കഴിയൂ. അപ്പൊ അതുകൊണ്ട് ഒരു ഉത്തരം തെറ്റിപ്പോയി എന്ന് കരുതി അത് വലിയ ലജ്ജാവഹമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. ആന്റിക്ക് എപ്പോഴും ഒരു ചിരി മാത്രമാണെന്ന് തോന്നുന്നു എല്ലാ ഉത്തരങ്ങളും. ഏതായാലും നമുക്ക് നോക്കാം. 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി 2 എന്ന ഉത്തരം ശരിയാണോ? അതെ, 2 എന്ന ഉത്തരം ശരിയാണ്. ആ ടെൻഷൻ കാരണം മിണ്ടാതിരുന്നതല്ലേ, അത് ശരിയാണോ തെറ്റാണോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഏതായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ 1000 രൂപയുടെ സേഫ് സോണിലേക്കാണ്. അല്ല, അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ 5ാമത്തെ ചോദ്യമാണ്. 6ാമത്തെ ചോദ്യമാണ് സേഫ് സോൺ. 5ാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ 5ാമത്തെ ചോദ്യം. അവൻ വാരി വിതറി കൊടുക്കുന്നത് ആർക്ക്? ഓപ്ഷൻ എ സാധുക്കൾക്ക്, ഓപ്ഷൻ ബി ബുദ്ധിമുട്ടുന്നവർക്ക്, ഓപ്ഷൻ സി ദരിദ്രന്മാർക്ക്, ഓപ്ഷൻ ഡി നിരാശപ്പെടുന്നവർക്ക്. ആർക്കാണ്? ഓപ്ഷൻ സി ദരിദ്രന്മാർക്ക്. ഉത്തരം ഉറപ്പിക്കുന്നു. ഓപ്ഷൻ സി ഉറപ്പിക്കാം. അത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, അതിന് ടെൻഷൻ ഒന്നുമില്ല അല്ലെ? കഴിഞ്ഞ ചോദ്യത്തിന് അല്പം മ്ലാനവദനയായി കാണപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയണം. വളരെ നിരാശയോടുകൂടെ കാണപ്പെട്ടു. ശരിയാണോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ ഇത് നമുക്ക് പരിശോധിക്കാം. 5ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ദരിദ്രന്മാർക്ക് എന്ന ഉത്തരം ശരിയാണോ? യെസ്, ആ ഉത്തരവും ശരിയാണ്. ഇപ്പൊ ഒരു സമ്മാനത്തുകയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ 1000 രൂപ കയ്യിൽ കിട്ടണമെങ്കിൽ അടുത്ത ചോദ്യത്തിനോട് ഉത്തരം പറയണം. ഒരു സമ്മാനത്തുകയായിട്ട് മടങ്ങി പോകണമെങ്കിൽ. അപ്പൊ ഇത്രയും രാവിലെ യാത്ര ചെയ്തു വന്ന് ഈ മത്സരത്തിൽ പങ്കെടുത്തതിന് ഒരു സമ്മാനം നേടണമെങ്കിൽ അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയണം. അത് പറയാൻ കഴിയട്ടെ. പറയാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? ദൈവം സഹായിക്കും. ദൈവം സഹായിക്കും. എല്ലാം കർത്താവിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. ആദ്യത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ആദ്യത്തെ റൗണ്ടിലെ 6ാമത്തെ ചോദ്യം ഇതാ. അഗ്രചർമ്മം കൊടുത്ത് ഭാര്യയെ നേടിയത് ആര്? ഓപ്ഷൻ എ ദാവീദ്, ഓപ്ഷൻ ബി ശൗൽ, ഓപ്ഷൻ സി അദ്രിയേൽ, ഓപ്ഷൻ ഡി അബ്നേർ. ഇതിലാരാണ്? ദാവീദ്. ഓപ്ഷൻ എ ദാവീദ്. ഓപ്ഷൻ എ ദാവീദ് എന്ന് ഉത്തരം ഉറപ്പിക്കുന്നു. ആ ഭാഗമൊക്കെ വായിച്ചിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പരിശോധിക്കാം. 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ദാവീദ് എന്ന ഉത്തരം ശരിയാണോ? ദാവീദ് എന്ന ഉത്തരം ശരിയാണ്. അപ്പൊ അങ്ങനെ ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു വായിച്ചു വന്നപ്പോ. ഓക്കെ, ഇപ്പൊ ഒരു സമ്മാനത്തുക ലഭിച്ചിട്ടുണ്ട്. ഇനി നിരാശയോടെ മടങ്ങണ്ട. വന്ന് പങ്കെടുത്തതിൽ ഒരു സമ്മാനത്തുക കൃത്യമായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ മുമ്പോട്ട് ടെൻഷൻ അടിക്കണ്ട. ഇനി ടെൻഷൻ ഇല്ല. കണ്ടില്ലേ, നമുക്കൊരു സമ്മാനത്തുക വന്നു. അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് 2 ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. പഴയ നിയമത്തിൽ നിന്ന് വേണമോ ചോദ്യങ്ങൾ, പുതിയ നിയമത്തിൽ വേണമോ ചോദ്യങ്ങൾ, അത് മത്സരാർത്ഥിക്ക് തീരുമാനിക്കാം. ഈ റൗണ്ടിൽ പഴയ നിയമമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അടുത്ത റൗണ്ടിൽ പുതിയ നിയമത്തിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ. ഈ റൗണ്ടിൽ പുതിയ നിയമം തിരഞ്ഞെടുത്താൽ അടുത്ത റൗണ്ടിൽ പഴയ നിയമത്തിൽ നിന്ന് ചോദ്യം. ഏതായാലും രക്ഷപ്പെടില്ല. അപ്പോ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കാം. ഏതിൽ നിന്നാണ് ചോദ്യങ്ങൾ വേണ്ടത് ഈ റൗണ്ടിൽ? പഴയ നിയമത്തിൽ നിന്ന് മതി. ഉറപ്പിക്കുന്നു. അപ്പൊ പഴയ നിയമത്തിൽ നിന്നാണ് 2ാമത്തെ റൗണ്ടിൽ ആലത്തൂരിൽ നിന്നും റേച്ചൽ ബേബി ആന്റി മത്സരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. പഴയ നിയമത്തിൽ നിന്നുള്ള 2ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. യഹോവ വാളുമായി എതിർത്തു നിൽക്കുന്നത് ആരോട്? ഓപ്ഷൻ എ ഇസഹാക്കിനോട്, ഓപ്ഷൻ ബി ഇസ്രായേൽ ഗ്രഹത്തോട്, ഓപ്ഷൻ സി യെരോബെയാം ഗ്രഹത്തോട്, ഓപ്ഷൻ ഡി ശമര്യരോട്.
യഹോവ വാളുമായി എതിർത്ത് നിൽക്കുന്നത് ആരോട്? സമയമുണ്ട്, ടൈമർ ശ്രദ്ധിക്കുക. ടൈമറിൽ അല്പം മുൻപോട്ട് പോയെങ്കിലും കുഴപ്പമില്ല. ആലോചിച്ച് ഓരോ ഓപ്ഷനും ശ്രദ്ധിച്ച് ഉത്തരത്തിലേക്ക് വരാം. ഓരോ ഓപ്ഷൻ ഒന്നുകൂടെ 2-3 തവണയൊക്കെ വായിച്ചു നോക്കുക, ഒരു ഉത്തരത്തിലെത്താൻ കഴിയും. ബി ഉറപ്പിക്കുകയാണ്. മുന്നോട്ട് പോവാം. ഏതാ ഉത്തരം ഉറപ്പിക്കുന്നേ? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇസ്രായേൽ ഗൃഹത്തോട് എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. ഓപ്ഷൻ ബി ഇസ്രായേൽ ഗൃഹത്തോട്. അപ്പൊ അത് 2-3 തവണ ടൈമർ നമ്മൾ ശ്രദ്ധിക്കണ്ടായിരുന്നു. വായിച്ചു നോക്കാനുള്ള അവസരമുണ്ട്. എങ്കിലും ആന്റി ഉത്തരം തിരഞ്ഞെടുത്തു. ഇസ്രായേൽ ഗൃഹത്തോട്. ശമര്യരോട് എന്ന് സംശയമുണ്ടോ? ഒരു ഉത്തരം പറഞ്ഞാൽ നമുക്കൊരു മടങ്ങിപ്പോക്കില്ല. ഒരു സമ്മാനത്തുക ഉണ്ടല്ലോ, നിരാശപ്പെടണ്ട. തെറ്റാൻ സാധ്യതയുണ്ടോ? നമുക്ക് നോക്കാം. ആന്റിക്ക് സന്തോഷമല്ലേ? പങ്കെടുത്തതിൽ സന്തോഷമല്ലേ? ഓക്കെ, ഉത്തരം ശരിയാണെന്ന്. നല്ല ടെൻഷൻ, നെർവസ് ആയിട്ട് ഇരിപ്പുണ്ട്. എന്താ സംഭവിക്കുക എന്നുള്ളതൊന്നും വല്ലാത്ത ഒരാശങ്കയുണ്ട്. നമുക്ക് നോക്കാം ഉത്തരം ശരിയാണോ നോക്കാം. ഓക്കെ, ഓപ്ഷൻ ബി ഇസ്രായേൽ ഗൃഹത്തോട് എന്ന ഉത്തരമാണ് റേച്ചൽ ബേബി ആന്റി നൽകിയത്. ആ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ആ ഉത്തരം തെറ്റാണ്. യെരോബെയാം ഗൃഹത്തോട് എന്ന ഉത്തരമാണ്. അത് 2-3 തവണ വായിച്ചു നോക്കിയിരുന്നെങ്കിൽ ആ ചരിത്ര ഭാഗത്തെ കുറിച്ചൊരു അറിവുണ്ട്. യെരോബെയാം ഗൃഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഇസ്രായേലിൽ മത്സരിച്ച് ദൈവത്തോട് തെറ്റിപ്പോയ ആളുകൾ. അപ്പോൾ യഹോവ വാളുമായി എതിർത്ത് നിൽക്കുന്നത് അവരോടായിരുന്നു. ശമര്യരും ഏകദേശം ആ കൂട്ടത്തിൽ തന്നെ ഇസഹാക്കിനോടും ഇസ്രായേൽ ഗൃഹത്തോടും ആയിരിക്കില്ല എന്നൊരു ചിന്ത ഇത് വായിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിച്ചു. അതുകൊണ്ടാണ് വായിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞിരുന്നത്. ഏതായാലും വളരെ നല്ലപോലെ മത്സരിച്ചു. സങ്കടമുണ്ടോ? എനിക്ക് സമ്മാനത്തിന്റെ അല്ല, വായിക്കാൻ കിട്ടാഞ്ഞതിന്റെ ഒരു വിഷമമുണ്ട്. വായിക്കാൻ സമയം കിട്ടാഞ്ഞതിന്റെ ഒരു പരിമിതിയുണ്ട്. സാരമില്ല. പക്ഷെ ആന്റി ഇതിന്റെ വേദഭാഗം യെരോബെയാമിന്റെ ആമോസിന്റെ പ്രവചന പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യത്തിലാണ് യഹോവ വാളുമായി എതിർത്ത് നിൽക്കുന്ന യെരോബെയാം ഗൃഹത്തോട് വാളുമായി നിൽക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ പുസ്തക കേന്ദ്രീകൃതമായതുകൊണ്ട് ചോദ്യം അല്പം കൂടെ ക്രിട്ടിക്കലായിട്ടാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഏതായാലും ആന്റി 6 ചോദ്യങ്ങൾ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് മത്സരിച്ചത്. എനിക്ക് തോന്നുന്നു ഒരു ചോദ്യത്തിൽ മാത്രമേ ആശങ്ക ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നല്ല രീതിയിൽ മത്സരിച്ചു. നല്ല രീതിയിൽ വായിക്കാത്ത ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് അങ്ങനെ ഉത്തരം പറയാൻ കഴിയില്ല. അപ്പം ഏതായാലും വന്ന് മത്സരിച്ചു. നമുക്കാകെ 15 ചോദ്യം. അതിലെ 7-ാമത്തെ ചോദ്യത്തിൽ ആന്റി എത്തിച്ചേർന്നിട്ടുണ്ട്. ആന്റിയുടെ മുഖത്തെ ആ ഒരു ചെറിയ സങ്കടം മാറുന്നില്ലെന്ന് തോന്നുന്നു. ഇല്ല, ആന്റി ഒരു സമ്മാനം ഇല്ലാതല്ല. നല്ലൊരു സാധാരണ നമ്മുടെ മത്സരാർത്ഥികൾ 2 റൗണ്ട് വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഒരു മത്സരമാകുമ്പോൾ നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്ത ആളുകൾക്ക് ഉത്തരം പറയാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ മുൻപോട്ട് വരുമ്പോൾ ഏതായാലും മുൻപോട്ട് വരുമ്പോൾ ഇനിയും ഇതിലും കഠിനമായിട്ടുള്ള ചോദ്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് മോശമായിട്ടുള്ളൊരു മത്സരാർത്ഥി ആയിരുന്നില്ല. വളരെ ഇന്റലിജന്റ് ആയിട്ട് മത്സരിച്ച ഒരു മത്സരാർത്ഥിയാണ്. എന്തായിരുന്നു ആന്റിയുടെ അനുഭവം? ഈ മത്സരത്തിലെ ഒരു അനുഭവം പറയും. ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത്രയും ടെൻഷനായിട്ട് തോന്നിയില്ല. വന്നപ്പോ അത്രയും ടെൻഷൻ ഫ്രീ ആയിട്ട് തോന്നി. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വായിച്ചും സാവകാശം കിട്ടിയില്ല വായിക്കാൻ. ഇന്നലെയും തിരക്ക് അപ്പം വായിക്കാൻ പറ്റിയില്ല. സാരമില്ല. പക്ഷെ ഒരു നല്ല സമ്മാനത്തുക ആന്റിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ എപ്പിസോഡ് വരുമ്പോൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ഞാനും കടന്നുപോയി മത്സരിച്ചിരുന്നു, എനിക്ക് സമ്മാനം കിട്ടിയിരുന്നു എന്നുള്ളത്. ഇപ്പോ കർത്താവ് ധാരാളമായി സമ്മാനത്തിന്റെ അല്ല, ഒരു
എന്താ പറയാ, മത്സരം മുൻപോട്ട് പോവുക. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നമുക്ക് ഇനിയിപ്പോ ഒടുവിലെ 15ാമത്തെ ചോദ്യത്തിലെത്തി അതും തെറ്റിപ്പോയാലും നമുക്ക് സങ്കടം വരും. അപ്പൊ ഏതായാലും ഇത്രത്തോളം മത്സരിക്കാൻ ആന്റിക്ക് കഴിഞ്ഞല്ലോ. ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നൽകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആലത്തൂരിൽ നിന്ന് റേച്ചൽ ബേബി ആന്റിയാണ് തിരക്കുകളുടെ നടുവിൽ വന്ന് വളരെ ധൈര്യത്തോടെ മത്സരിച്ച് നമ്മുടെ 7 ചോദ്യങ്ങളെ നേരിട്ട് നല്ലൊരു സമ്മാനത്തുക കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള വീട്ടമ്മമാർക്കും അമ്മമാർക്കും പ്രിയ ആന്റി ഒരു പ്രചോദനമായി തീരട്ടെ. നിങ്ങൾക്കും ഈ പ്ലാറ്റ്ഫോമിൽ മത്സരിക്കാം, കടന്നു വരാം. അതിനുള്ള അവസരം സർവശക്തൻ തരട്ടെ. എല്ലാ പ്രാർത്ഥനയോടും ആശംസകളോടും കൂടെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിൻ്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിൻ്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.